ആ എന്തോ അല്ല, അത് ശരിയായില്ല. അതല്ലേ പറഞ്ഞത്, ഇവിടുത്തെ ലീഗിൻ്റെ നിലപാടാണല്ലോ ഇവിടുത്തെ BJPയിലേക്ക് ഇപ്പം 3 പേരെ ഉണ്ടായുള്ളത്. ഇനി ഈ പശ്ചിമ ബംഗാളിൽ തുടങ്ങിയപ്പോൾ അവർക്ക് 3 MLA ഉണ്ടായിരുന്നുണ്ട് BJPക്ക്. ഇപ്പോൾ അവർ പിടിച്ചെടുത്ത്. അങ്ങനെ ഒരു അവസരം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാനാണ് BJP നോക്കുന്നത്. കാരണം അവർക്ക് ഈ അഭിപ്രായം ശരിയായില്ല എന്ന് പറഞ്ഞ കുഴൽമാടനോട് എന്താ ചെയ്ത്, ഒരു കരുത്തനും മിടുക്കനും MLAയും പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റുമാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരു MLA കൂടെ അല്ലേ. ആ MLA ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സിൽ നിന്ന് പെടൽ വെട്ടി പുല്ലിൻ്റെ പുറത്താണ് വെച്ചത്. അതിൻ്റെ അർത്ഥം നീയൊക്കെ മിണ്ടിപ്പോയാൽ നിൻ്റെയൊക്കെ പെടൽ വെട്ടുകയെന്ന് ഒരു MLAയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കുഴൽമാടൻ ചെറിയ ഒരാളല്ല, പ്രഗത്ഭനായിട്ട് അവിടുന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MLA ആണ്. മാത്രമല്ല നിയമജ്ഞനാണ്, ഏറ്റവും നല്ലപോലെ നിയമം പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റും കൂടെയാണ്. ഇവിടെ ഇനി ഇതാണ് തുടങ്ങുന്നതിന് മുമ്പേ ഇതാണ് അനുഭവമെങ്കിൽ കേരളത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അഭിപ്രായം പറയുന്നതിനെല്ലാം വായടക്കിപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യമല്ലേ എന്നാണല്ലോ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്നതിനെ ഒത്തുപറയുന്നതിനെ വേണം ഇവിടെ. അവർ ഒത്തുപറയുന്ന ഒരാളായിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഈ രാജ്യം കേരളം അവർ ഒത്തുപറയുന്നതനുസരിച്ച് പറഞ്ഞിരിക്കണം. ഉള്ളത് പറഞ്ഞാൽ അവൻ്റെ പിടല് പോക്ക്. ഞാനെന്ത് ചെയ്തിട്ടാണിപ്പോൾ എന്നെ ഇട്ടുകൊണ്ട് ക്രൂശിക്കുന്നത്? ഞാൻ ഒരു മുസ്ലിം ലീഗിനോടോ മുസ്ലിം സമുദായത്തോടോ ഒരു ഉദ്ദേശം പറഞ്ഞില്ലേ എന്ന് ഏത്തയിട്ട് പറഞ്ഞിട്ട് എന്നെ വിടുന്നുണ്ടാ. മുസ്ലിം ലീഗ് കാണിച്ച വിവേചനമാണ് ഞാൻ പറഞ്ഞത്. വിവേചനം പറഞ്ഞതിൻ്റെ പേരിൽ അതേ പറഞ്ഞുള്ളൂ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുള്ളൂ എൻ്റെ പേരിൽ കേരള മുഖ്യമന്ത്രിയെ എന്തുമാത്രമാണ് ദ്രോഹിച്ചത്, വേട്ടയാടിയത്. ഇവിടെ ഒരു സത്യം പറയാൻ നിവൃത്തിയില്ലാത്ത നേരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പിന്നെ സംശയമുണ്ടോ?